അപ്പോൾ മാമോദിസ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഈ നീണ്ട സ്ട്രെയിറ്റ് ഹെയറിൽ ഒരു നല്ല താജ്മഹൽ പണിയാൻ പോകുന്നതാണേ. ഇന്ന് എൻ്റെ മുടിയിൽ താജ്മഹൽ പണിയുന്നത് മമ്മിയാണ് കേട്ടോ. കുറേ നാളായി എൻ്റെ മുടി ഒന്ന് മമ്മിക്ക് പണിയാൻ കിട്ടിയിട്ട്. പണ്ടൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പം എപ്പോഴും ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് തരുമായിരുന്നല്ലോ. പിന്നെ ഞാനങ്ങ് സ്ട്രെയിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ കെട്ടേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. പിന്നെ ഈ ഒരു അവസരം നല്ല കൃത്യമായിട്ട് മമ്മി ഉപയോഗിക്കുന്നുണ്ട്. ഒരു സൈഡിൽ കൂടെ ഹെയർ സ്റ്റൈലിൻ്റെ പരിപാടി നടക്കട്ടെ. ഞാൻ അവിടെ ഇരുന്ന് കമ്മലിടുന്നുണ്ട്, മാല ഇടുന്നുണ്ട്. എനിക്ക് പറ്റിയ ചെറിയ ചെറിയ ചിന്ന കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഡെല്ലുവിനെ നമ്മൾ കുറച്ച് നേരത്തേക്ക് അപ്പുറത്തെ സ്മിത ചേച്ചിയുടെയും അർപ്പിതയുടെയൊക്കെ അടുത്താക്കിയിട്ടാണ് ഈ വന്നിരുന്ന് ഒരുങ്ങുന്നത്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവൾ തിരിച്ച് ബഹളം വെച്ച് ഇങ്ങ് വരുന്നതാണ്. അതിനു മുന്നേ നമുക്ക് മുടിയൊക്കെ കെട്ടിക്കഴിയണം. സോ അവൾ എത്തിയിട്ടുണ്ട്. ഇതാണ് ഞാൻ എൻ്റെ ഹെയറിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്ന ഐറ്റം. ഇത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ലുക്കൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ ഇട്ടു. എൻ്റെ ഫൈനൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ വൈറ്റ് ഡ്രസ്സ് ട്രയൽ ചെയ്ത് നോക്കുന്നതൊക്കെ കണ്ടില്ലായിരുന്നു. ഒന്നും ഇഷ്ടപ്പെട്ടില്ല, ഒന്നും എടുത്തതുമില്ല. അതുകൊണ്ട് എന്നെ കൊണ്ടുപോകാതെ എനിക്ക് എടുത്തുകൊണ്ട് തന്നതാണ് ഈ ഒരു വൈറ്റ് ചുരിദാർ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ എല്ലാവരും ഒരുങ്ങി നമ്മൾ അവിടുന്ന് നേരെ പള്ളിയിലോട്ട് എത്തി. പള്ളിയിലെത്തിയതിന് ശേഷമാണ് ആ ഒരു ചെറിയ ബാസ്ക്കറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അതിൽ ഡെല്ലൂസിന് മാമോദീസ കഴിഞ്ഞ് നമുക്ക് ഉപയോഗിക്കേണ്ട ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. ഇതെൻ്റെ ഫ്രണ്ട് അമലു തലേന്ന് രാത്രി വീട്ടിൽ വന്ന് ഡെല്ലൂസിന് കൊടുത്ത ഗിഫ്റ്റാണ് ഈ ഡ്രസ്സ്. അവൾ ഇട്ടിരിക്കുന്നത് മാമോദീസയ്ക്ക് മുന്നായിട്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സാണിത്. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയിരുന്നുകൊണ്ട് പള്ളിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും വീട്ടിൽ പോയി. സോ ഈ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് പള്ളിയിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തത്. ഇത് കണ്ടോ, ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡെല്ലു എൻ്റെ കൂടെ നടന്നു വന്ന് വീണിട്ട് ഒന്നും അറിയാത്ത പോലെ തിരിച്ചെഴുന്നേറ്റ് വരുന്നത്. ശരിക്കും ഞാനിത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴായിരുന്നു കാണുന്നത്. അങ്ങനെ മാമോദീസയ്ക്കുള്ള സമയമായിട്ടുണ്ട്. അച്ഛൻ വന്നു പ്രാർത്ഥിച്ച് ആരാധനയും കാര്യങ്ങളും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ എന്തായാലും മാമോദീസയും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ വീഡിയോയുടെ ഏറ്റവും ലാസ്റ്റിലായിരിക്കും കാണിക്കുന്നത്. കാരണം അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരും ഇൻട്രസ്റ്റ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവില്ലേ. സോ ആദ്യം നമ്മൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും പരിപാടിയും പിന്നെ നടന്ന കേക്ക് കട്ടിങ്ങും ഒക്കെയാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അങ്ങനെ വീഡിയോ തീർന്നതിന് ശേഷം നമ്മൾ ഇപ്പോൾ പള്ളിയിൽ നടന്ന ചടങ്ങും ശരിക്കുള്ള മാമോദീസയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ഡെല്ലൂസിൻ്റെ ഡ്രസ്സ് മാറി കണ്ണെഴുതി പിരിയെഴുതി പൊട്ടുതൊട്ട് ഒരുക്കി റെഡിയാക്കിയിട്ടുണ്ട്. സോ അവളും ഭയങ്കര ഹാപ്പി ആയിട്ട് എൻജോയ് ആയിട്ട് ഓടി നടക്കുകയാണ്. ഇനിയാണ് നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ വരാൻ പോകുന്നത്. നാളെ ജൂൺ 15, നാളെയാണ് നമ്മുടെ ഡെല്ലൂസിൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ. അപ്പോൾ സെക്കൻഡ് ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് ഈ ഒരു മാമോദീസ ഫംഗ്ഷൻ നമ്മൾ നടത്തിയത്. സാധാരണ കുട്ടികളൊക്കെ 6 മാസവും 1 വയസ്സും ഒക്കെ ആവുന്നതിനുള്ളിൽ തന്നെ മാമോദീസ നടത്താറുണ്ട്. പിന്നെ ഓരോരുത്തർക്കും ജനിക്കുമ്പം തന്നെ എന്നാണ് നിങ്ങളുടെ മാമോദീസ കല്യാണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. സോ ഇപ്പോഴായിരുന്നു അവളുടെ മാമോദീസയ്ക്കുള്ള ടൈം ആയത്. അത് നമ്മൾ ഭംഗിയായിട്ട് തന്നെ നടത്തി. ആരും കാണുന്നില്ല എന്ന് കരുതി മാമോദീസ ചെയ്ത കല്ലിൻ്റെ താഴെ വന്ന് നിന്ന് ചെറിയ ചില കുസൃതികളും കാര്യങ്ങളും ഒക്കെ ഡെല്ലൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതൊക്കെ കണ്ടുപിടിച്ചു. അങ്ങനെ പള്ളിയിലെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം നേരെ താഴത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ്. താഴെയാണ് പള്ളിയുടെ ഓഡിറ്റോറിയം. അവിടെയാണ് നമ്മൾ ഈ ഒരു ഡെക്കറേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ രാവിലെ തന്നെ വന്ന് ചെയ്തതാണേ. ഇവിടെയാണ് നമ്മൾ ഫുഡും കേക്ക് കട്ടിങ്ങും ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ് മൈ കേക്ക് സംഗീത UAE എന്ന് പറയുന്ന ഒരു പേജിൽ നിന്നും. ഡെല്ലൂസിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്കും നമ്മൾ അവിടുന്ന് തന്നെയായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിരുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ എത്തിയിട്ടുള്ളൂ. കാര്യം നല്ല ദൂരമാണ്. ഇവിടുന്ന് ദുബായിൽ നിന്ന് അങ്ങ് ജബലാൽ വരെ വരിക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ 2 പേരുടെയും ഭാഗത്തു നിന്ന് നമ്മുടെ ഫ്രണ്ട്സും കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സും ഒക്കെ ആയിട്ട് ഇത്രയധികം ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് നല്ല കളർഫുൾ ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ അഴിച്ചു മാറ്റി നമ്മൾ അവിടുന്ന് തിരിച്ചു പോകാനുള്ള ഒരു പദ്ധതിയിലാണ്. ബലൂൺസൊക്കെ ഡെല്ലൂസ് ഓൾറെഡി ഊരിയെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നാളെ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സ്പോട്ടിലോട്ട് പോകുന്നുണ്ട്.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ വീഡിയോ തീരുന്നില്ല, അതിന് ബാലൻസ് ആയിട്ട് തന്നെ നമ്മുടെ പള്ളിയിൽ നടന്ന മാമോദീസയും ചടങ്ങും ഞാൻ അതുപോലെ തന്നെ യാതൊരു എഡിറ്റിങ്ങും ഇല്ലാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റ് ഉള്ളവർക്കത് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞു മാമോദീസ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വക താങ്ക് യു ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. ടാറ്റാ ബൈ. നിങ്ങൾ 3 പേരോട് ഉറക്കെ പറയണം. വിശ്വാസം കേട്ട് പറയണം. പിന്നാലെ ഉറക്കെ പറയണം. അവന്റെ സകലന്മാരെയും അവന്റെ സകല സൈന്യങ്ങളെയും അവന്റെ സകല ആരാധനയെയും അവന്റെ സകല വചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസാ ഞാൻ സാത്താനെയും അവന്റെ സകല ദൂതന്മാരെയും അവന്റെ സകല സൈനികരെയും അവന്റെ സകല ആരാധനയെയും അവന്റെ സകല വചനയെയും ഉപേക്ഷിക്കുന്നു. മാമോദീസാ ഞാൻ സാത്താനെയും അവന്റെ സകല ദൂതന്മാരെയും അവന്റെ സകല സൈനികരെയും അവന്റെ സകല ആരാധനയെയും അവന്റെ സകല വചനയെയും ഉപേക്ഷിക്കുന്നു. അപ്പോസ്തലന്മാരും മുഖാന്തരം വിശുദ്ധ പിതാക്കന്മാർ നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ട ദൈവികമായ സകല ഉപദേശങ്ങളെയും വിശ്വസിച്ച് കൈക്കൊള്ളും. മാമോദീസ മുഴുവൻ ഞാൻ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും മുഖാന്തരം വിശുദ്ധ പിതാക്കന്മാർ നിന്നാൽ ഫലമേൽപ്പിക്കപ്പെട്ട ദൈവികമായ സകല ഉപദേശങ്ങളെയും വിശ്വസിച്ച് കൈക്കൊള്ളുന്നു. മാമോദീസ മുഴുവൻ ഞാൻ പ്രവാചകന്മാരും സാത്താനെ ഞാൻ ഉപേക്ഷിച്ച് പൂർണ്ണമായി നമ്മുടെ വിശ്വാസം സത്യവും ജനസൃഷ്ടിയല്ലാത്തവനും തത്വത്തിനോട് ഏകത്വമുള്ളവനും ഫലസൃഷ്ടിക്ക് മാന്ത്രമായവനും മനുഷ്യരാജ്ഞത്തിന് രക്ഷിക്കാൻ വേണ്ടി സ്രോതത്തിൽ നിന്ന് ഇറങ്ങി സ്രോഹായാൽധരിച്ച മനുഷ്യനായി പന്തിയോസ് നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് കഷ്ട മരിച്ച് അടക്കപ്പെട്ട് തിരുപ്രകാരം 1 ദിവസത്തേക്ക് സ്രോതത്തിലേക്ക് കരയേറി തന്റെ താൻ വലത്തുഭാഗത്തിരിക്കുന്നവനും അവസാനമില്ലാത്തൊരായത്തുമുള്ളവനും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ മഹാപ്രഭാവത്തോടെ വരാതിരിക്കുന്നവനുമായ യേശു മിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവിൽ നിന്ന് പുറപ്പെട്ട് പ്രധാനം പുത്രനോട് വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നു. ഇവന്മാരും സുലന്മാരും ബദർ സംസാരിച്ചതുമായ യേശുവിനും ശ്രീറുഹായും കത്തോലിക്ക പുസ്തകവുമായ വിശ്വസിക്കുന്നു. മാത്രങ്ങളേക്ക് പറഞ്ഞ് മരിച്ചവരും വരുവാൻ കേരളത്തിലെ പുതുജീവനും ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു.
നിന്റെ മനുഷ്യസ്നേഹത്താൽ പൈതലിനെ യോഗ്യയാക്കുകയും ചെയ്തിരിക്കുന്നല്ലോ. കർത്താവേ, വിശുദ്ധ സ്ത്രീഹന്മാരുടെ അടിസ്ഥാനത്തിന്മേൽ സ്ഥിരപ്പെടുത്തണമേ. വിശുദ്ധ സഭയിൽ സത്യനന്ദനയായ പരിശുദ്ധ രഹസ്യാഭിഷേകത്തിലൂടെ അർഹയാക്കണമേ. ദൈവികമായ ദാനങ്ങളുടെ സമ്പൂർണ്ണയാക്കണമേ. നിന്റെ ആരാധനക്കാരിയായ പാവത്തിനടിമയിൽ സ്വാതന്ത്ര്യപ്പെടുവാൻ ഹൃദയത്തിന്റെ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. വീണ്ടും ജനനത്താലുള്ള പുത്രത്വത്തിന്റെ ലക്ഷ്യമായി പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ ഡൽനാമിയാസജൻ വിശുദ്ധ തൈലം കൊണ്ട് മുദ്രയിടപ്പെടുന്നു. അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. തരികിൽ ഒരു സുഖവും മനഃശാന്തിയതും യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദമുണ്ടെനിക്ക്. യേശുവിന്റെ തിരുസന്നിധിയിൽ എന്നും ആനന്ദം. ഏകപുത്രനും വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരയേറ്റും. ജാതികളെ ഇതിനെ കേൾപ്പീൻ. ഹല്ലേലൂയ. വെള്ളത്തിൽ മാമോദിസ മുഴുകുന്ന വൈതൽനാശ്വതയിൽ നിന്നുള്ള വെടിപ്പും ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും പാപങ്ങളുടെ മോചനവും പിഴകളുടെ പരിഹാരവും ദത്തവകാശത്തിന് നൽവരവും നാശമില്ലാത്ത വസ്ത്രവും പരിശുദ്ധരുടെ പുതുക്കവും നീണ്ട ഏകജാതനായ പുത്രന്റെ മരണത്തോടും പുനരുദ്ധാനത്തോടുമുള്ള അനുരൂപതയും നീ നൽകണമേ. പിതാവിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. മാമോദീസ വെള്ളത്തിൽ ഞങ്ങൾ വിശുദ്ധ മുറോൻ ചെന്നു. വേദപിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനും വിശുദ്ധിയുമുള്ള റൂഹായുടെയും തിരുനാമത്തിൽ തന്നെ. ഇതിന്റെ തല നല്ലോണം തുറച്ചാട്ടെ, അല്ലെങ്കിൽ ദൈവം നല്ലോണം തുടങ്ങി ഉടുപ്പെടുന്നത് കൈക്കൊള്ളണമേ. ദൈവമേ വലങ്കൈ വിശുദ്ധാരാധന യോഗ്യമായ ആരാധന സമർപ്പിക്കണം. കർത്താവായ ചില